എന്തൊക്കെ പറ്റി? ഞാൻ ഒന്നും കൂടി ഈ സ്കൂളിൽ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ നാളെ ഗൾഫ് പോവാ. എനിക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാനൊന്നും ഒരു താല്പര്യമില്ല. ഇച്ചിപ്പെടാണെങ്കിൽ കളിച്ചാൽ ഇത്ര സാധനങ്ങളോട് നാട്ടിൽ പോകുമ്പോ കൊണ്ടുപോണ്. എല്ലാ പൈസ ഒക്കെ പെങ്ങളെ കല്യാണത്തിന് അയച്ചു കൊടുത്തില്ലേ? അല്ല ഇജ്ജ് പോണ കിറുക്കിറാക്കാനും പറഞ്ഞിട്ടില്ലേ? പോവാണെന്നുള്ള അയാൾ അറിഞ്ഞു. ആ എരപ്പം കാക്ക റൂമിൽ കയറി മുമ്പ് ഇറങ്ങി പഠിച്ച എന്റെ പച്ചാണെങ്കിൽ ഇപ്പൊ എന്നെ കൊണ്ടുപോകാനും വരും. ചേച്ചി ഒരു പാമ്പ് വരുന്നുണ്ടല്ലോ. ഇത് വെറും പാമ്പല്ല. സൈന ആ ടീച്ചറായിരുന്നു കുഞ്ഞാപ്പോടെ പ്ലീസ് വെയിറ്റ്. പെരും പാമ്പാണ്. ഞാനെന്ന് അങ്ങോട്ട് ഓടേട്ടാ, നീ മാനേജ് ചെയ്തോ. മോളെ ചൂടൻ പൊറോട്ട ഉണ്ടോ? അനിയോ പ്രശംസ എന്തിപ്പോ പറഞ്ഞു? എന്റെ പച്ചി ഉമ്മച്ചി കൂടെ നിൽക്കണ പോലെ എന്താ എന്റെ പച്ചിക്കും ഉമ്മച്ചിക്കും കൂടെ നിന്നാ? അതിന് എന്റെ പച്ചിന്റെ പോലല്ല എന്റെ പച്ച. ഇണ്ടല്ലോ. ബീഫ് കറി ഉണ്ടോ? അതുണ്ട്. എങ്ങനെയുണ്ട് പൊറോട്ടയും? ഇച്ചിരി ബീഫ് കറിയുടെ ചാറ് ഒഴിച്ച് ഒന്ന് പൊതിഞ്ഞേ. എപ്പോഴാ വന്നു? ആ എന്നാ എന്റെ മെസ്സല്ലേ ഇപ്പം നാട്ടിൽ പോവാണിച്ചിട്ട് ആർക്ക് തിന്നൊന്നും വേണ്ടേ? ഒരു തൊയിര ഇയാളെ കൊണ്ട് ഇല്ലല്ലോ. നമ്മളെന്തേലും പറഞ്ഞു. എന്റെ പച്ച നല്ലോണം നീളുണ്ട്. ഞാൻ നല്ലോണം തല്ലുവേ. കുഞ്ഞാപ്പ നിന്റെ ഉപ്പ വന്നിട്ടുണ്ട്. പച്ചിന്റെ ഒപ്പം മിക്സ് കാണി പോയിക്കോ. ഞാൻ പോരാ. ഞാൻ ഓൾക്ക് വലിയ കുറ്റ. ഞാൻ പോവാട്ടോ, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. മുസാക്ക പോവാ. അസ്സലാമു അലൈക്കും. ഇജ്ജ് നാട്ടിക്ക് പോകാന്നുള്ള ഈ മൂസാക്കാണ്ട് പറയാത്തില്ല ഭയങ്കര വിഷമണ്ടിച്ച്. ഇവിടെ നീ ഊഞ്ഞാലാടി ടീച്ചർ നാളെ ദുബായിക്ക് പോകാം. ഇവിടുത്തെ പഠിത്തം നിർത്തിട്ട് ഞാൻ കൊല്ലായി ഞാൻ ഈ റൂമിൽ നിങ്ങളടുത്ത് ഒരു തൊയിരെന്ന് പറഞ്ഞ സാധനങ്ങൾ എനിക്ക് തന്നപ്പോഴോ എന്തിനാ ഞങ്ങളോട് പോണ്ടേ പറയണ്ടേ? നിങ്ങൾക്കൊക്കെ ഞാനൊരു ഗർഗർക്കാക്കെ നിങ്ങളെ പഠിച്ചു മറിച്ചിട്ടേ എങ്ങനെ അന്റെ പഠിപ്പ് കൊടുക്കണു? അവിടെ ഒരു ഓൺലൈനായിട്ട് പഠിപ്പിക്കൊണ്ട് ഞാൻ അവിടുന്ന് ഇവിടെ പോന്നാലും ഇതിന് മാത്രമേ ഞാൻ അത്ര കാലം പറഞ്ഞിട്ടുള്ളൂ. റൂമിൽ മെസ് ഉണ്ടാവുമ്പോ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് ചിന്നോട് തെറ്റിക്കൊണ്ട് ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയെങ്കിലും ഇവിടെ റൂമിൽ ക്ലാസ് ഇവിടെ ഉണ്ടാവും. എന്നാ ഞാൻ വരാം. ചങ്കള നമ്മൾ ഇപ്പോൾ ഉള്ളത് ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂളിലാട്ടോ. അപ്പൊ പഠിക്കാനും മാനം മേലെ താരങ്ങൾ ചിമ്മി ചിമ്മി കത്തും. ചാറ് മാത്രം മതിയാ, കഷ്ണം വേണ്ടേ? വേണ്ട മോളെ, ബഡ്ജറ്റില്ല. ആ ചേച്ചി ഈ അങ്ങനെ പൊറോട്ടയും കുറച്ച് ആൾക്കാരോട് നിങ്ങൾ നല്ല പോലെ തിരുന്നു. ഞാൻ എന്റെ മക്കളെ മാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. എനിക്ക് എന്നോട് വെറുപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളെ നാട്ടില് കരിപ്പൂര് ബീഫ് കറിയുടെ ചാറും ഒഴിച്ച് പൊതിഞ്ഞോടത്തെ. പാവം ബഡ്ജറ്റില്ല, കീശ കളിയാ. എല്ലാം ബാറിൽ കൊണ്ടുവരുത്തിട്ടാ. ഇരുട്ടിലെ തെമ്മാടിക്കൂത്തിൽ പോണ്ട തൊട്ടടുത്തുണ്ട് പ്രവാസി സൂക്ക് എന്ന് പറഞ്ഞൊരു കട. അവിടെ എന്റെ പെരീക്കിന്റെ കുറച്ച് സാധനം വാങ്ങിച്ചു. എനിക്ക് വിരോധമല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് കൊണ്ടേ കൊടുക്കുള്ളൂ. അത് ഞങ്ങളെ വീട്ടിൽ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എന്റെ അങ്കിളെ ഇതിനെ കുടിച്ചാലേ കാശിടയ്ക്ക. അങ്ങളുടെ ആന്റിക്കും മക്കൾക്കും ഈ ബീഫ് ചാറിന് പകരം തമ്മിൽ എന്ത് മാറ്റങ്ങളും മൂസാക്ക. ഞാൻ പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ദുബായിന്ന് മൂസാക്ക എന്ന് പറയുന്ന ഒരാളെ വിളിച്ചില്ലേ? മൂപ്പര് വീട്ടിലെ പെട്ടിര ബീഫ് കറി മേടിച്ചോടത്തൂടെ? മൂപ്പര് പറഞ്ഞ പെട്ടിയാണതേ. പക്ഷെ മൂസാക്കാന്റെ വീട്ടിക്കല്ല, ഇത് മൂസാക്കാന്റെ വക എന്റെ വീട്ടിക്കെന്നാ പറഞ്ഞത്. അപ്പൊ പ്രവാസി എവിടെ പോയെന്ന് ഒരു പിടിയില്ല. എന്തിനാ അച്ഛാ എന്റെ കറുത്തമ്മയെ കല്യാണം കഴിച്ച്? കറുത്തമ്മേ? എന്റെ അമ്മ കറുത്തിട്ടാണല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ കറുത്തു പോയത്. ഏതെങ്കിലും ഒരു മതാം തോബ ടിടിം തോബ ടിടിം തോബ ടിടിം തോബ ടിടിം തോബ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു സായിപ്പായി ഞാൻ ഇവിടെയൊക്കെ ഓടിച്ചാടി കളിക്കുമായിരുന്നില്ല അച്ഛാ. നിന്റെ അമ്മയുണ്ടല്ലോ ഈ നാട്ടിലെ. തോബ ടിടിം തോബ ടിടിം ഇതെന്ത് ശരിയാക്കിയിട്ടുള്ള കാര്യം? കാലിന് വല്ല കുഴപ്പമുണ്ടാ? എന്തൊരു കാണിക്കണേ? ഏറ്റവും നല്ല സുന്ദരിയായിരുന്നു, അറിയാ? അറിയാ. എന്നാലും കറുത്തമ്മയല്ലേ? കറുത്തമ്മേ? അതുകൊണ്ട് ഞാൻ കറുത്തത്. നീ വന്നത് നന്നായി. നീ ക്യാമറ എടുത്തോണ്ടേ ഇതൊന്ന് റീൽസ് ആക്കി തന്നെ. തോബേടാ തോബ. നിറമുള്ള എന്റെ പൊന്നച്ഛ, ആത്മാർത്ഥമായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങളുടെ മോനല്ലേ ഞാൻ? തോബ എന്റെ അപ്പ ഗേറ്റ് അടച്ചിട്ടൂടെ? എന്തിനാണ്? ലോകം മുഴുവൻ കാണാനുള്ളതല്ലേ? ഗേറ്റ് തുറന്നു കിടക്കട്ടെ. നീയേ നോക്കിക്കോ ഈ റീൽ. മോനെ നിന്റെ പള്ളി അടിച്ചു തെറിപ്പിക്കും കളം. അപ്പം അച്ഛന്റെ മോനെ ഞാൻ ഉറപ്പിച്ചു. എന്തൊക്കെയായിരുന്നു? ഇപ്പോഴെനിക്കൊരു ആശ്വാസമായി.